ഹായ്, ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 52ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെണ്ണില ചന്ദനക്കിണം പുന്നമട കായലിൽ വീണ എന്ന പാട്ടിൻ്റെ പാർട്ട് വൺ പല്ലവി നമ്മൾ പഠിച്ചു കഴിഞ്ഞിരുന്നു. അപ്പം അത് നല്ല റെസ്പോൺസാണ്, എല്ലാവർക്കും അത് വായിക്കാൻ എന്നറിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആയിട്ടുള്ള അനുപല്ലവിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമുക്ക് ആ വെണ്ണില ചന്ദനക്കിണത്തിൻ്റെ പാർട്ട് 2 ആയിട്ടുള്ള അനുപല്ലവിയിലെ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്ക് ട്യൂട്ടോറിയൽ നോക്കാം. ഓക്കെ, അപ്പം ആദ്യത്തെ ഭാഗം ഞാൻ വായിച്ച് കേൾപ്പിക്കാം, അതിനുശേഷം നോട്ട് പറഞ്ഞു തരാം. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഭാഗം. അപ്പം അത് നമ്മൾ 4ാമത്തെ ഒക്ടേവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അനുപല്ലവി, എന്നിട്ട് 3ാമത്തെ ഒക്ടേവിലേക്ക് വരുന്നു. ഓക്കെ, അപ്പം അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് സി 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 4 പ്രാവശ്യം സി, 4 പ്രാവശ്യം സി. അടുത്തത് ബി 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 4 പ്രാവശ്യം സി, അതിന് ബി ബി. അപ്പം 4 പ്രാവശ്യം സി, ബി ബി, 2 ബി. അടുത്തത് സി സി. ഓക്കെ, എളുപ്പമാണ്. ആദ്യമേ 4 പ്രാവശ്യം സി 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 സി, അടുത്തത് ബി ബി സി സി. അത് വായിക്കേണ്ടത്. ഓക്കെ, അടുത്ത ഭാഗം, അടുത്ത ബാർ. അപ്പോൾ അടുത്ത ഭാഗം എന്ന് പറയുന്നത് സി 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 4 പ്രാവശ്യം വായിച്ച പോലെ അടുത്ത ഡി 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 4 പ്രാവശ്യം ഡി, ഡി 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 4 പ്രാവശ്യം ഡി, 4 പ്രാവശ്യം ഡി. അടുത്തത് പിന്നെ ഡി ജി ഡി, ഡി ജി ഡി, ഡി ഡി ജി ഡി, സോറി ഡി ഇ ഡി. ജി എന്ന് പറയുന്നത് നമ്മൾ അത് കർണാട്ടിക് നോട്ട്സ് കയറി വരുന്നതുകൊണ്ടാണ്, ഗ എന്ന് പറയുന്ന നോട്ട് നമ്മൾ അങ്ങനെ പറയുന്നതുകൊണ്ടാണ്, സോറി. ഡി ഇ ഡി, ഡി ഇ ഡി. ഓക്കെ, അപ്പം ഡി 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 4 പ്രാവശ്യം ഡി, അതിന് ഡി ഇ ഡി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. 4 പ്രാവശ്യം ഡി ഡി ഡി, അടുത്ത് ഡി ഇ ഡി. അടുത്തത് അപ്പം പിന്നെ സി ബി ജി, സി ബി ജി, സി ബി ജി, സി ബി ജി, സി ബി ജി. അപ്പം ആ നോട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഡി 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 4 പ്രാവശ്യം ഡി 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 ഡി. അടുത്തത് ഡി ഇ ഡി, ഡി ഇ ഡി. അടുത്തത് സി ബി ജി. അപ്പം അത് വായിക്കേണ്ടത്. അപ്പം അത്ര ഭാഗം ഫുൾ ആ ലൈൻ വായിക്കേണ്ടത് വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, ഇനി അടുത്ത ലൈനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതുപോലെ തന്നെ വലിയ വ്യത്യാസം ഇല്ലാത്ത രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ആ ലൈൻ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, അതിൻ്റെ ലൈൻ നോട്ട് എന്ന് പറയുന്നത് സി 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 ഡി സി, സി സി ഡി സി, സി സി ഡി സി, സി സി ഡി സി, സി സി ഡി സി. ഓക്കെ, സി സി ഡി സി. അടുത്തതെന്ന് പറയുന്നത് 3 പ്രാവശ്യം ബി, ബി ബി ബി, ബി ബി ബി. അടുത്ത നോട്ട് എന്ന് പറയുന്നത് സി സി. ഓക്കെ, സി സി. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു തരാം. സി സി ഡി സി, ബി ബി ബി, സി സി. ഓക്കെ,
അത് വായിക്കേണ്ടത് ഓക്കെ. അതിന്റെ അടുത്ത ബാർ എന്ന് പറയുന്നത് ഓക്കെ. അപ്പൊ അടുത്ത ബാർ എന്ന് പറയുന്നത് ഡി 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 ഡി. അടുത്തത് ഡി ജി ഡി 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 ജി ഡി 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 ജി ഡി. അപ്പം അടുത്ത നോട്ട് എന്ന് പറയുന്നത് സി ബി സി 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 ബി സി സി ബി സി. ഓക്കെ, ബി സി. ഓക്കെ, ഇതാണ് അടുത്ത ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ അത് വായിക്കേണ്ടത് ഓക്കെ, ഇങ്ങനെയാണ് വായിക്കേണ്ടത്. ഇനി നമ്മൾ അടുത്ത നോട്ടിലേക്ക് കയറുകയാണ്, അടുത്ത ലൈനിലേക്ക് കയറുകയാണ്. അടുത്ത ലൈൻ എന്ന് പറയുന്നത് ഇതൊക്കെ 2 പ്രാവശ്യം വെച്ച് വായിക്കേണ്ടതാണ്. നമ്മൾ പാട്ട് കേട്ട ശേഷം ആ ട്യൂൺ വരുന്നിടത്ത് ഈ 2 അത് ആവർത്തിച്ച് വായിക്കുന്നുണ്ട്. ഞാൻ അത് ഒന്നായിട്ട് പറയുന്നതേ ഉള്ളൂ, പക്ഷെ അത് ആവർത്തിച്ച് വായിച്ചെങ്കിൽ ആ പാട്ടിൻ്റെതായിട്ടുള്ള ഇത് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഓക്കെ, ഇതാണ് അടുത്ത ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ നോട്ട് എന്ന് പറയുന്നത് ആദ്യത്തെ ബാർ എന്ന് പറയുന്നത് ജി എ ഷാർപ്പ് എ, ജി എ ഷാർപ്പ് എ, ഫസ്റ്റ് ബാർ ജി എ ഷാർപ്പ് എ, ഫസ്റ്റ് ബാർ. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് അടുത്ത ബാർ എന്ന് പറയുന്നത് ജി എ ജി എഫ് സോറി ജി എ ജി എഫ് ഇ. ഓക്കെ, ജി എ ജി എഫ് ഇ, ജി എ ജി എഫ് ഇ. ഓക്കെ, ആദ്യത്തെ ബാർ എന്ന് പറയുന്നത് ജി എ ഷാർപ്പ് എ, ജി എ ഷാർപ്പ് എ, ജി എ ഷാർപ്പ് സോറി ജി എ ഷാർപ്പ് എ. അടുത്ത ബാർ എന്ന് പറയുന്നത് ജി എഫ് ഇ. ഓക്കെ, അപ്പൊ ആ 2 ബാർ വായിക്കേണ്ടത് ഓക്കെ. ആ ലാസ്റ്റ് അതിന്റെ ആ ലൈനിന്റെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് അതിന്റെ ലാസ്റ്റ് ബാർ എന്ന് പറയുന്നത് ഡി 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 ജി ഡി ഡി ജി. അടുത്തത് എഫ് ഇ ഇ ഡി ഒന്നുകൂടെ പറഞ്ഞുതരാം. ഡി ഡി ജി എഫ് ഇ ഡി. ഓക്കെ, അത് വായിക്കേണ്ടത് ഓക്കെ. ഇതാണ് അടുത്ത ഭാഗം എന്ന് പറയുന്നത്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പല്ലവിയുടെ അവസാനം വായിച്ച അതേ നോട്ട് തന്നെയാണ് ഇവിടെ വരുന്നത്. അത് നോക്കാം. അപ്പം ആ ലാസ്റ്റ് ഭാഗം അനുപല്ലവിയുടെ ലാസ്റ്റ് ഭാഗം. ഓക്കെ, ഓക്കെ. അതിന് നോട്ടെന്ന് പറയുന്നത് ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഇ ഇ ഇ ഇ ഇ ഇ ഇ ഇ എഫ് ഇ ഇ ഇ ഇ എഫ് ഇ. ഓക്കെ, ഇ ഇ ഇ എഫ് ഇ. അടുത്തത് ആദ്യത്തെ പറയണ ഇ ഇ ഇ എഫ് ഇ. അടുത്തത് അടുത്ത എന്ന് പറയുന്നത് പറഞ്ഞത് ഡി 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 സി സി ഡി, ഡി ഡി സി സി
ഡി 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 സി സി ഡി 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 സി സി ഡി. ഓക്കെ, ഇതൊരു 3 തവണ വായിക്കുക. അതായത് ഇങ്ങനെ 3 പ്രാവശ്യം വായിക്കുക. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ബാർ എന്ന് പറയുന്നത് അടുത്ത ലാസ്റ്റ് ബാർ എന്ന് പറയുന്നത് ഇ ഇ. അടുത്ത ലാസ്റ്റ് ബാർ ഇ ഇ ഇ എഫ് എ ഇ ഇ ഇ എഫ് എ. അപ്പം ഇ ഇ ഇ ഇ ഇ ഇ എഫ് എ ഇ ഇ ഇ എഫ് എ. അടുത്ത എ ഷാർപ്പ് എ ജി ജി. എ ഷാർപ്പ് എ ഷാർപ്പ് എ ജി ജി. എ ഷാർപ്പ് എ ജി ജി ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇ ഇ ഇ എഫ് എ എ ഷാർപ്പ് എ ജി ജി. ഇതാണ് നമ്മുടെ അതിൻ്റെ വിന്യാസനക്കണത്തിൻ്റെ അനുപല്ലവി ഭാഗം. അപ്പോൾ ഇത് ഫുള്ള് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അടുത്തത് അടുത്തത് ഓക്കെ, ഇതാണ് ഈ പാട്ടിൻ്റെ അനുപല്ലവി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പാട്ടിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഓക്കെ അടുത്തത് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം വീഡിയോസൊക്കെ നിങ്ങളുടെ ചുറ്റുപാടുള്ളവർക്കൊക്കെ, കൂട്ടുകാർക്ക്, നിങ്ങളുടെ ഫാമിലി ഉള്ളവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കീബോർഡ് പഠിക്കാനായിട്ടുള്ള ഒരു ആർജവം ഇതിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.